യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്താ? Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup, is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സഞ്ജു സാംസൺ അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ സംഗതി എന്താന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പല പരിപാടികളുടെയും വേദിയിൽ മൈക്ക് സിസ്റ്റവും മൈക്കിൻ്റെ സംവിധാനവുമൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടും കൂടിയൊന്നും ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനൊരുപാട് തടസ്സങ്ങളുണ്ട്. വലിയൊരു ഓപ്പൺ ഗ്രൗണ്ടാണ്, ആളുകളുടെ ആരവമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളിന് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും കിട്ടുന്നത് ഈ ഫീഡ്ബാക്ക് മൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീക്കർ നേരെ സ്റ്റേജിലേക്ക് തിരിച്ചു വെക്കും. അതിലാണ് ഇത് കിട്ടുന്നത്. അത് നല്ല ഫൈൻ ട്യൂൺ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്നവർക്ക് ഒരു കുന്തോ മനസ്സിലാവില്ല. ഞാനിത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു. ആ സമാധാനിക്ക് വന്ന ആ സ്ഖലിതം ഓർത്തിട്ടല്ല ചിരിച്ചത്, അത് സ്വാഭാവികമാണ്. ഇയാളുടെ ഈ ന്യായീകരണം, യഥാർത്ഥ ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പെർഫോമൻസാണ് അനിൽ മുഹമ്മദ് കാഴ്ചവെച്ചിട്ടുള്ളത്. ന്യായീകരിച്ച് സമാധാനി പോലും അന്തം വിട്ടിട്ടുണ്ടാവും. അത്രയും നന്നായിട്ടാണ് ന്യായീകരിക്കുന്നത്. പണ്ട് ജാമ്യയിൽ പഠിക്കുമ്പോൾ ചുങ്കത്തർ ഉസ്താദ് പറയുന്നു, സഭ പിരിയണതിന് മുമ്പ് പൊളിയണ കളവ് പറയരുതെന്ന്. കളവ് പറയരുത്, ഒരിക്കലും കളവ് പറയരുത്. പക്ഷേ സഭ പിരിയണതിന് മുമ്പ് പൊളിയണ കളവ് പറഞ്ഞാൽ അവിടുന്ന് തന്നെ പിടിക്കപ്പെടും. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു കളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ് സമാധാനി തെറ്റിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സ്റ്റേജിലേക്ക് വെച്ചിട്ടുള്ള ബോക്സ്, ആ സിസ്റ്റം തിരിച്ചു വെച്ചതുകൊണ്ടാണ്. പക്ഷേ സമാധാനിക്ക് തിരുത്തി കൊടുക്കുന്നത് ആരാ? സ്റ്റേജിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് തിരുത്തി കൊടുക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ കേട്ടു? അവരേത് ബോക്സിലൂടെയാണ് കേട്ടത്? കളവ് പറയുമ്പോൾ ആലോചിച്ചിട്ട് പറയണ്ടേ? ചെറുതായിട്ടൊന്നും ആലോചിക്കണ്ടേ? എന്താ ചെയ്യാം? സമാധാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിം ലീഗിൽ തന്നെ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരാളില്ല. ഭാഷാ നൈപുണ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും കൊണ്ടും ഗ്രാഹ്യശക്തി കൊണ്ടുമൊക്കെ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സമാധാനി. അദ്ദേഹം ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ശൈലിയാണ്, കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് ആ ദൗത്യം പലപ്പോഴും ഏൽപ്പിക്കാറുള്ളത്. പലപ്പോഴും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാറുണ്ട്. പക്ഷേ ഒരു നിമിഷം അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ചില വേർഡുകളൊക്കെ വിട്ടു പോകാറുണ്ട്. അത് സമാധാനിക്കും വിട്ടു പോകാറുണ്ട്. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പല പ്രമുഖരായ ആളുകൾക്ക് പോലും ചിലപ്പോൾ വിട്ടു പോകാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് വിടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിനെ ട്രോളാക്കിയ ചില ആളുകൾ, അതിന് ഇയാളിപ്പോൾ വളരെ ഗതികെട്ട് മറുപടി പറയാണ്. എന്താണ് അതിനെ ട്രോളാക്കാനുള്ള കാരണമെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ, മറുപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, മറുപക്ഷത്തുള്ള ആളുകളുടെ ഇതുപോലെ ഇംഗ്ലീഷ് തെറ്റിയപ്പോൾ മറ്റോ ട്രോളാക്കി ഇറക്കിയതിന് ബദലായിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ കിടന്ന് വിരകി ന്യായീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഇത് സമാധാനം ഒന്നുകൂടി ഈ അനിൽ മുഹമ്മദ് വഷളാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇയാളെപ്പോലുള്ള ആളുകളോട് പറയാനുള്ള, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു സ്ഖലിതം സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയാലോ മനുഷ്യനാണ്, സ്വാഭാവികമാണ്, മലക്കൊന്നല്ലല്ലോ, അങ്ങനെ സംഭവിച്ചേക്കാം. അതിനെങ്ങനെ വിരകി ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ അടുത്ത് എനിക്കുണ്ടായൊരു അനുഭവം, ഇപ്പോൾ ഇത്തരം സംഗതികൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ വ്യക്തികളെയും മറ്റൊന്നും നോക്കുന്നില്ല. പണ്ട് താഴെക്കിടയിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആർക്കും കളിയാക്കാൻ പറ്റുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെയാണ് അവർക്കെതിരെയൊക്കെ ട്രോൾ ഇറക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ തങ്ങന്മാർക്കെതിരെ പോലും ട്രോൾ ഇറക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ, ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രസംഗത്തിലെ ഒരു സ്ഖലിതം, അല്ലെങ്കിൽ അദ്ദേഹം വായിച്ചത് കുറച്ച് ഡിലേ വന്ന് വായിക്കുന്ന ഒരു അറബി വാചകം, അത് ട്രോളാക്കിയിട്ട് ഇറക്കിയത്. അത് ട്രോളാക്കി പോസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയോട് ഞാൻ PM ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ DP ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു സഖാവാണ്.
അപ്പം ഞാൻ അദ്ദേഹത്തോട് നല്ല നിലക്ക് ഉപദേശിച്ച് നോക്കി. നിങ്ങൾ ഈ റമദാൻ മാസം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് തട്ടിക്കയറി സംസാരിച്ചു, പോടാ, മറ്റ് ഭാഷകളൊക്കെ പ്രയോഗിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു മതവിശ്വാസിയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ. അങ്ങനെ ഞാൻ അദ്ദേഹം പ്രതികരിച്ച അതേ ടോണിൽ അങ്ങോട്ട് പ്രതികരിച്ചില്ല. വളരെ സൗമ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കുറച്ച് വീഡിയോസുകൾ എനിക്ക് കിട്ടുന്നു. അതായത് അവരുടെ നേതാക്കൾ, അദ്ദേഹം അന്ധമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫോളോവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുടെ ട്രോള് ഇറക്കി ഈ പ്രധാനപ്പെട്ട പേജുകളിലൊക്കെ പോസ്റ്റ് ചെയ്തതിൻ്റെ പിന്നെ ചിത്രങ്ങളും മറ്റൊക്കെയാണ്, വീഡിയോകളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അവസാനം നമ്മളെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി ഞാൻ തങ്ങൾക്കെതിരെ ഉള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ആരും ഇങ്ങനെ ട്രോളുകയോ മറ്റൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ റെയറായ കേസുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് വർദ്ധിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ അങ്ങനെ ചെയ്യാതിരിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തി ആയിരുന്നില്ല. സോദിഖ് അലി ശിഹാബ് തങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന, പ്രവർത്തിക്കുന്ന, നിലപാടുകൾ പറയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മറുവിഭാഗം രാഷ്ട്രീയക്കാരെ ട്രോളുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളുടെ മേലിൽ നാളെ മറ്റന്നാൾ നേരെ തിരിച്ചു വരും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഈ അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇതിനിടയിൽ കിടന്ന് ഇത്തരം ആളുകളെ 4 ആൾ മാത്രം കണ്ട് തള്ളിക്കളയുന്ന ഒരു വിഷയം 10,000 ആളുകളിലേക്ക് എത്തിച്ച് ഈ സമദാനിയെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഇങ്ങനെ സാമൂഹ്യ മധ്യത്തിൽ ഇങ്ങനെ വഷളാക്കുന്ന രീതി അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.